2 അഗസ്ത്യയുടെ കുഞ്ഞി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒന്ന് നടണം. അപ്പോൾ ഇത് എവിടെ നടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിങ്ങനെ നടക്കുന്നത്. എന്തായാലും ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. നമ്മുടെ ഈ കിണറ്റിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ നടാമെന്ന് കരുതുന്നു. നല്ല കട്ടിയുള്ള മണ്ണാണ്, അപ്പോൾ ഭയങ്കര പാടാണ് കുഴിയൊക്കെ എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ ഫെർട്ടിലൈസറായിട്ട് ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ഇതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ദൈവത്തിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്ലാന്റ് നട്ടു കൊടുക്കാം. നന്നായിട്ട് പിടിച്ചു വരട്ടെ. നല്ല വെയിലാണ് ഇവിടെ. എന്തായാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ രാവിലെ ഇവിടെ ഒരു കുഞ്ഞി കറിവേപ്പില ഉണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇൻസെക്ട്സോ ബഗ്സൊക്കെ ഉണ്ടോ എന്ന് പോയി നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്യും. പിന്നെ ചെറിയൊരു താമരയുണ്ട്, അതും നോക്കും. ഇത് കണ്ടോ, ഇത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ തോടാണ്. അതുപോലെ തന്നെ തേയിലയും കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു 2 ടിന്നൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് വെയിലത്തിട്ട് ഡ്രൈ ആക്കി എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡയാന നിപ്പുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അവൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണ് മാറുന്നതിന് മുന്നേ എന്ത് ഐറ്റം ആണെങ്കിലും പോയി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിപ്പിച്ചൊക്കെ അവിടെ നിർത്തിയിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ മുട്ടത്തോട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പൗഡർ ഫോമിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തേയിലയും നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അത് ചെടിയുടെ ചുവടിലൊക്കെ നന്നായിട്ടൊന്ന് ഡിഗ് ചെയ്ത് കൊടുത്ത് ഒരു എവറി 15 ഡേയ്സ് കൂടുന്ന സമയത്ത് ഇത് ഒരു ടേബിൾ സ്പൂൺ ഈ നമ്മുടെ എഗ്ഗിൻ്റെ പൗഡറും അതുപോലെ തന്നെ തേയിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ അത് എനിക്കത് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ see you soon on next video. Bye bye.